അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായില്ല നമ്മൾ വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫൺ വീഡിയോയും തമാശയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. ഷോർട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടാറുണ്ട്, 2 ചാനലിലും ഇടാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളും പറഞ്ഞ പോലെ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് വ്ളോഗിലോട്ടൊന്നും വരാത്തത്. കാര്യം മഴ ആയ കാരണം നമുക്ക് എങ്ങും പോകാനൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ എടുക്കാനുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഇതിപ്പോ ഒരു സംഭവം നടന്നു. ഒരാള് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ചീത്ത പറഞ്ഞു. ബിനീഷനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം. കാര്യം ഇത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. റോണോനെ നോക്കിയിട്ടുണ്ട്, റോണോ അവിടെ ഇപ്പം ഉണ്ട്. അപ്പോൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. വാട്സാപ്പ് വഴി മെസ്സേജ് ഒക്കെ അയച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പോലീസുകാരനാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിൻ്റെയൊക്കെ ഒരു വീഡിയോ. നമ്മുടെ വീഡിയോസ് കാണുന്നതും ഇഷ്ടമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മളായിട്ട് ഒരാളെയും ചീത്ത പറയാനോ ഒന്നിനും നമ്മൾ പോകണില്ല. നമ്മുടെ ലൈഫ്, ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. സത്യത്തിൽ അത് നിങ്ങളൊക്കെ കണ്ടറിയില്ല. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്ന് ചെയ്യാനോ പിടിക്കാനോ ഒരാളെ ചീത്ത പറയണം. പക്ഷെ നമ്മളെ വിളിച്ചിങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട്, അതും ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇത്രയും മോശമായിട്ട് വാട്സാപ്പിലൂടെ ആദ്യം കുറേ മെസ്സേജ് അയച്ചിട്ടാണ്. അപ്പോൾ ആ വോയിസൊക്കെ നിങ്ങളൊന്ന് കേട്ടിട്ടോ. അടുത്താളെ നീ വന്നിട്ട് ഏത് പോലീസ് സ്റ്റേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊണ്ട് കൊടു. എൻ്റെ അണ്ടിയുടെ ഒരു രോമം പോലും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആരാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഒരു പോലീസ് അധികാരിയാണെന്ന് വേണമെന്നുണ്ടോ വെച്ചോ. നിൻ്റെ യൂട്യൂബ് ചാനലിലും മയിലും മണ്ണാങ്കട്ട എല്ലാം ഞാൻ പൊളിച്ചെടുക്കൂടാ. ധൈര്യമുണ്ടോ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റി? ഓണത്താളം അടിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലും 4 പേരുടെ ഞാൻ പൊളിച്ചെടുക്കിയതാ. പിന്നെ ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. നീ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നതിനായിരിക്കും. പക്ഷെ നീ എന്നെ പറ്റി പോയി പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് വെച്ചോ, പിന്നെ നിനക്ക് എന്തോ സംഭവിക്കുന്നത് എനിക്ക് എന്നെ അറിയത്തില്ലടാ മൈരെ. ഇപ്പം നിങ്ങൾ ഫോട്ടോയിലും ആ വോയിസും കേട്ടില്ല. ഈ ആളാണ് നമുക്കിങ്ങനെ മെസ്സേജ് അയച്ചത്. ഞാൻ പോലീസുകാരനാണ്, നിങ്ങളുടെ വീട്ടിൽ കയറി വെട്ടും കുത്തും, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്ത് അയാളെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഹിന്ദിയിലൊക്കെ ഭയങ്കര ചീത്ത. മലയാളിയാണ് കേട്ടോ, കൊല്ലംകാരനാണ് അയാൾ. നല്ല ചീത്തയൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണ അത് കഴിഞ്ഞ് ഫോൺ ആൾ കട്ട് ചെയ്ത് കളഞ്ഞ്. ചീത്ത പറഞ്ഞപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും നമ്മുടെ ഭാഗത്ത് റിയാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ആക്കിയിട്ട് ഒരു കാര്യവുമില്ല. ആളാദ്യം പോലീസുകാരനാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളൊന്ന് പേടിച്ചാലോ. അപ്പൊ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൊന്ന് പുറകോട്ടൊന്ന് വലിയോല്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അത് ഇട്ട് തന്നത്. പിന്നെ അതുമല്ല, നമ്മൾ ഇതേപോലത്തെ വിഷയത്തിൽ ഒരുപാട് സ്ത്രീകളെ ചീത്ത പറയണതും ഒരുപാട് ആൾക്കാരെ ചീത്ത പറയണതൊക്കെ വീഡിയോസൊക്കെ ഓരോരുത്തർ മെസ്സേജായിട്ട് വരുന്നതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഇട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് രണ്ടാമത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോൺ പിടിച്ചു. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളിയുടെ വൈഫ് ഫോൺ എടുത്തപ്പോൾ നമ്മളോട് പറയണത്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കും. പുള്ളിക്കാരൻ മിലിറ്ററി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ജോലിയാണ്? മിലിറ്ററിക്കാരനാണ്. സ്ഥലം എവിടെയെന്ന് വെച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? മാവേലിക്കരയാണെന്ന് പറഞ്ഞാ. അപ്പൊ എന്തായാലും പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞ പോലീസുകാരൻ, വൈഫ് പറയുന്നത് മിലിറ്ററിക്കാരൻ. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വോയിസും കൂടി ഒന്ന് കേൾക്കുക. ആളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വോയിസ് ഇടുന്നത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കട്ടെ. ഹലോ, നിങ്ങളുടെ ഹസ്ബൻഡാണ് ഇന്നലെ ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ചീത്ത പറഞ്ഞോണ്ടിരുന്നത്, വാട്സാപ്പിലും ഫോണിൽ കൂടി. എന്റെ വൈഫിനെ. അതെ, ഞാൻ കേരള പോലീസിലുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് ആരെയും എന്തും പറയാം എന്ന് പറഞ്ഞിട്ട് പൊരിഞ്ഞ തെറിയായിരുന്നു. എന്നെ പിടിക്കാൻ പറ്റിയ പിടിച്ചല്ല, നിന്റെ വീട്ടിലൊന്നും നിന്റെ കുത്തും വെട്ടോലും. അല്ല നിങ്ങളുടെ വീട് എവിടെ? മാവേലിക്കര, കൊല്ലം. അല്ലേ? മാവേലിക്കര അത് കഴിഞ്ഞു അല്ലേ? ഞങ്ങള് എറണാകുളത്തുള്ളതാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് പോലീസിലാണ്? അത് മിലിറ്ററിയിലുണ്ടായല്ലോ. ഒരു ഇന്ത്യ രാജ്യത്തിനെ സേവിച്ച ഒരാള് ചെയ്തേക്കണ പണിയാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി പുറകെയുള്ളവർ എന്തൊക്കെ ചെയ്യും? ഇതൊന്നും ഇല്ലാത്ത ഒരാള്. വിളിച്ച് പറയുന്നത് അപ്പൊ ഒരു കംപ്ലൈന്റ് ഇതുവരെയായിട്ട് ആരുടെ ഭാഗത്തു
പുള്ളി നല്ലവണ്ണം വെള്ളം അടിച്ചിട്ടാണ്. അങ്ങനെ ഒരാളെയും പറയാമോ? ചേച്ചി ചേച്ചിനെ തന്നെ ചീത്ത പറയാൻ ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേച്ചിനെ പോലും ചീത്ത പറയാൻ ആർക്കും അധികാരമില്ല. ശരിയല്ലേ? ഞാൻ ചേച്ചിനെ കെട്ടിയൊക്കെ നാളെ ചേട്ടനാണെന്നും പറഞ്ഞിട്ട് ചേട്ടന് ചേച്ചിനെ തല്ലിയേ ചീത്ത പറയാൻ എന്തെങ്കിലും അധികാരം ഉണ്ടോ? ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല. ചേട്ടന്റെ പേരെന്താണ്? അത് ശരിയാണ്, പക്ഷെ അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെയൊന്നും അല്ല, അങ്ങനെയല്ല. നമുക്ക് ഇങ്ങനെ വീഡിയോ വെച്ചൊന്നും ചെയ്യണ്ട. ഇന്നത്തേക്ക് ക്ഷമിക്കേ. പുള്ളിനോട് ക്ഷമിക്കൂല. പുള്ളി കാണിച്ചതിന് ഒന്നും ക്ഷമിക്കാൻ പോണില്ല. ചേച്ചി എന്നെ നേരത്തെ വിളിച്ചപ്പോ ചേച്ചി എന്താ പറഞ്ഞത്? മോനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നല്ലേ ചേച്ചി പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചേച്ചിക്കും അതിന്റേതായ ബുദ്ധിമുട്ട് ആ വീട്ടിലുണ്ടാവും. നിങ്ങക്ക് മക്കളില്ലേ? അല്ല ചേച്ചി ആ വോയിസ് കേട്ടോ നോക്കിയോ? പുള്ളിക്കാരൻ ചേട്ടൻ അയച്ച വോയിസ് കേട്ടോ? സ്ഥാപനത്തെ നിൽക്കുന്നത് നല്ല രീതിയിലായിട്ട് ഇത്ര നാളെ നിൽക്കുന്നത്. ഇപ്പൊ എന്താ പറ്റിയതാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും കണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഇളക്കിയതല്ലോ ആയിരിക്കും. അതുകൊണ്ടൊക്കെ ക്ഷമിക്കും. അപ്പൊ നമുക്ക് ഇളക്കിയ ആൾക്കാരൊക്കെ എന്താണെന്ന് അറിയാൻ നോക്കാം ചേച്ചി. കാര്യം പുള്ളിക്കാരൻ ഇത് നമ്മളോടൊന്നല്ല. പുള്ളിക്കാരൻ പറഞ്ഞ ഞാൻ ഇതിനു മുമ്പ് 4 യൂട്യൂബ് ചാനൽ പൊട്ടിച്ചിട്ടുണ്ട്, എന്റെ സ്ഥിരം പരിപാടി ഇതൊക്കെയാണെന്ന് പുള്ളി പറയണത്. അപ്പൊ അതിന്റെ അർത്ഥം പുള്ളിനെ ഇവിടുത്തെ യൂട്യൂബ് കാണുമോ ഇല്ലെന്ന് ഇപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും കാണുന്ന കൊണ്ടാണല്ലോ ഈ മെസ്സേജ് അയച്ചത്. ഇല്ലാണ്ട് അയക്കൂലേ? ഇപ്പൊ നിങ്ങള് കേട്ട് കാണുമല്ലോ ആ സ്ത്രീ പറഞ്ഞതും എന്താണെന്നുള്ളത്. അപ്പൊ അവരുടെ വീട്ടിലും ചിലപ്പോൾ ഇതേപോലെയൊക്കെ ആയിരിക്കാം. പിന്നെ വിനീഷക്ക് കുറെ സംശയങ്ങളുണ്ട്. വിനീഷ് പറഞ്ഞത് ചിലപ്പോൾ നമ്മളെ ഇതാക്കിയിട്ട് എന്തെങ്കിലും നമ്മുടെ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. കാര്യം ഇപ്പൊ ഒരുപാട് ഫ്രോഡ് പരിപാടി ഉണ്ടല്ലോ. നിങ്ങളുടെ ചാനലിന്റെ പേരെന്താണ്? നിങ്ങളുടെ ചാനലിന്റെ പേരെന്താണ്? ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇല്ലേ? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താണ്, പുള്ളിക്കാരൻ മാനസിക രോഗിയാണ്. അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. മാനസിക രോഗിയാണ്. ഇപ്പോഴും നിലവിൽ ഞങ്ങൾക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ കോള് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നമ്പറൊന്നും ഇവിടെ വെക്കണമെന്നില്ല. അപ്പൊ നമുക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് അയാൾ വേറെ ആൾക്കാരെയൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് കൊല്ലോണെന്ന് വെച്ചാൽ മിണ്ടുള്ള. പിന്നെ ചേച്ചി മാവേലിക്കര അത് എവിടെയാണ്? അപ്പൊ അയാൾ അടുത്തിട്ടെന്ന് അപ്പൊ തന്നെ ചോദിച്ചു കേട്ടില്ലേ എന്തോ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടപ്പുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് യാതൊരു കാര്യവും ഉണ്ടാകാൻ പോണില്ല. ഇയാൾ മാനസിക രോഗിയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് മറ്റുള്ളവർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാര്യം ഇയാളിപ്പോ നമ്മളോട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റുള്ള എത്രയോ പേരോട് ഇത് തന്നെ ചെയ്തിട്ടുണ്ടാവും ആള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വിടുക. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. എന്നിട്ടും നമ്മുടെ നിയമത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടാണ് അവരൊക്കെ ഈ കിടന്ന് കാട്ടായം കാണിക്കുക. അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് നമ്മളും ആഗ്രഹിച്ചാണ് പുറത്തു വിടും. പക്ഷെ എന്ത് ചെയ്യാനാ അല്ലേ? അതും ഇങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ ഈ ഒരു ഇത് പറയാൻ വേണ്ടി വന്ന. അപ്പൊ ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. എന്താ പറയാ അല്ലേ? എനിക്ക് ശരിക്കും അതൊരു പേടിയായതുകൊണ്ടാണ് ഞാൻ ചെറിയ ചിലപ്പോ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായി. കാരണം എന്നെ ചീത്ത പറഞ്ഞിട്ടാണ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി ഇച്ചായനോട് സംസാരിക്കാം. അപ്പൊ എന്നെ ചീത്ത പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ തന്റെ വൈഫിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നൊന്നും ആ ചേച്ചി പറഞ്ഞില്ല. ഇച്ചായനോടാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ കാര്യമേ ചോദിക്കണില്ല. അതിനു മുമ്പ് വിളിച്ചത് ആ ചേട്ടനാണ്. ചേട്ടൻ വർത്തമാനം പറഞ്ഞതിന് ശേഷം ആ ചേച്ചിയാ സംസാരിക്കണം. അപ്പൊ എന്തെങ്കിലും ഇച്ചായുടെ വായിന്ന് എന്തെങ്കിലും വീണ് പോയാൽ അവർക്കത് എടുക്കാം. മനസ്സിലായി? അപ്പൊ ഞാൻ മനസ്സിലായി അവര് എനിക്ക് തോന്നണം എങ്ങനെയാണെന്ന് തോന്നണം. ജെന്യുവിനായിരിക്കാം. പക്ഷെ നമുക്ക് ഇത് വേണം. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം. അവര് നമ്മളെ ചീറ്റ് ചെയ്യണേണാന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്ത്. അപ്പൊ അവർ അധികം സംസാരിക്കാതെ നിൽക്കട്ടെ ചെയ്യുന്നത് എന്ന് ഞാനും പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് ഇനി എന്താവുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെ ഒരുമിച്ചിരിക്കണം. റോണോന് കണ്ടില്ല, അവൻ ഇവിടെ വന്നിട്ട് ഇതിന്റെ അകത്ത് മഴയൊക്കെ അവനും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ നിൽക്കണം. രാവിലെ തന്നെ ഞാൻ അയച്ചിട്ടതാണ്. അപ്പത്തേക്കും പുള്ളിക്കാരൻ ഒന്ന് ഇറങ്ങി നടന്നപ്പോഴത്തേക്കും മഴ വന്നപ്പോഴത്തേക്കും പിന്നെയും കയറി.
പിന്നെ ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പൊ പിന്നെ മഴ വന്നു. അപ്പൊ ആള് വന്ന് നേരെ പുറകിലോ നിക്കണേ. നിൽപ്പുണ്ട്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങള് വരാം. ഇതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടായില്ലെന്ന് നമുക്കറിയില്ല. അതെ.